ജോർജ് ഏട്ടൻ പറഞ്ഞു, വാ നീ വന്നൊന്ന് കാണും നമുക്ക്. ഞാൻ കണ്ടത് ഉടനെ പുള്ളി പറഞ്ഞു, എടാ നീ നിന്നെ ദിവസം കാണും, നീ ഭാരതത്തിലുണ്ടല്ലോടാ. ഈ ട്രോൾസും ട്രോളേഴ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, അത് എനിക്കിപ്പോൾ നല്ലതേ വന്നിട്ടുള്ളൂ ഇതുവരെ. ഒരിക്കലും സീരിയൽ മോശമായ കാര്യമല്ല. കാരണം ഞാനൊക്കെ സീരിയൽ കണ്ട് വളർന്നത് വന്ന് ഇപ്പം അഭിനയം സീരിയൽ ഫോർമാറ്റ് എന്നൊരു പറഞ്ഞു തുടങ്ങി. കാരണം നാച്ചുറൽ ആയിട്ടുള്ള വേണ്ട, അവർക്ക് ഒരു പ്രേത സിനിമ, ഒരു ഹൊറർ ബേസ്ഡ് സിനിമ എന്നുള്ള ലെവലിൽ പോയി കഴിഞ്ഞാൽ, പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എടുത്തു പറയേണ്ടി വരുന്നത്, ഇന്ന് ഇന്ത്യ ഗ്ലിറ്റ്സിൽ നമുക്ക് അതിഥിയായിട്ടുള്ളത് ഉപ്പുമുളകിലൂടെ ഇപ്പോൾ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബിജു സോപാനം. ഇപ്പോൾ ഉപ്പുമുളകിൽ വന്നതിന് ശേഷം ആൾക്കാർ പഴയത് തിരഞ്ഞെടുക്കുന്നു. ഇപ്പോ രാജമാണിക്യത്തിൽ ഒരു ഭാർഗവചരിതത്തിൽ ചെയ്തത്, അങ്ങനെ നമ്മൾ കണ്ട ചെറിയ വേഷം പോലും ഇപ്പോ ഇതിന്റെ ഒരു പോപ്പുലാരിറ്റി തന്നെയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ മമ്മൂക്കായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ട്? ഉപ്പുമുളകിന്റെ ഷൂട്ടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അദ്ദേഹം വരികയും ജോർജ് ഏട്ടൻ പറഞ്ഞു, വാ നീ വന്നൊന്ന് കാണും നമുക്ക്. ഞാൻ കണ്ടത് ഉടനെ പുള്ളി പറഞ്ഞു, എടാ നീ നിന്നെ ദിവസം കാണും, നീ ഭാരതത്തിലുണ്ടല്ലോടാ. ഞാനുണ്ട്, നീ രാജമാണിക്യത്തിയുണ്ട്, എനിക്കറിയാം, ഞാൻ കണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി തമാശപൂർവ്വം ചോദിച്ചു, എടാ നീ പടത്തിൽ വരൂ അഭിനയിക്കാൻ, നമുക്ക് ഇതിൽ കൂടുതൽ വലിയൊരു സംഭവം ഇല്ലല്ലോ, വിളിക്കുമ്പോൾ വളരെ ഞാൻ പറയാക്കാം എന്നൊക്കെ പറഞ്ഞു. ഒരു വിളി വന്നില്ല, വെയിറ്റ് ചെയ്യാണ്. ആ വിളി വരും വന്നോട്ടെ. പക്ഷെ പുള്ളിക്ക് വലിയൊരു കാര്യമാണ്. കാരണം തിയേറ്റർ ആർട്ടിസ്റ്റ് എന്ന നിലയിലും പിന്നെ പുള്ളി നോട്ടീസ് ചെയ്യുന്നതൊക്കെ പിന്നെ പുള്ളി ഇത് കാണാറുണ്ട്. ഇത്രയും തിരക്കിനിടയിലും അദ്ദേഹം ഇത് കാണുന്നു എന്നുള്ളതാണ് എല്ലാവരും അറിയാം. ഈവൻ എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന നേരത്തെ അറിയാമല്ലോ. ഈ കുട്ടികളെ പോലും അദ്ദേഹത്തിന് പേര് പോലും അറിഞ്ഞ് അവരെ വിളിക്കുകയും അദ്ദേഹം ഒരുമിച്ചിരുത്തി ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ നിലയ്ക്ക് അദ്ദേഹം വലിയൊരു കലാകാരനാണ്, വലിയൊരു നടനാണ്, സ്റ്റാറാണ്. പക്ഷെ അതിലുപരി ഏറ്റവും വലിയൊരു കലാകാരന് മാത്രമേ മറ്റുള്ള ആൾക്കാരെ കലാകാരനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് തിരുവനന്തപുരം സ്ലാങ് ഒക്കെ സംസാരിക്കുമെങ്കിലും, സിനിമയിൽ എന്തൊരു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമെങ്കിലും, ചേട്ടൻ സംസാരിക്കുന്നതിന് ഭയങ്കര ഒരു നാച്ചുറാലിറ്റി ഉണ്ട്. അല്ല, ഞാൻ ഒരിക്കലും ഇതിന് ഈ പ്രാദേശികമായ ഭാഷകൾ പലതും വരും. അപ്പം നമുക്ക് ഏതിനെയും എന്ത് ഭാഷയും ഏതിനെയും ഭാഷ അല്ലാതെ വേറെ എന്തിനേയും നമുക്ക് വൾഗറൈസ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. അത് ഭാഷ എന്ന് മാത്രമല്ല, എന്തിനേയും ഒരു പ്രവൃത്തിയെ പോലും നമുക്ക് വൾഗറൈസ് ചെയ്ത് പ്രവൃത്തി കാണിക്കൂടെ. ഒരു ചായ കുടിക്കുന്നത് വളരെ വൾഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് പ്രവൃത്തിയും ചെയ്യാൻ പറ്റും. ഇതല്ല, ഇതിപ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ക്യാരക്ടർ ഇതിൽ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന സീരിയൽ തന്നെ പറയുന്നു, ഇദ്ദേഹം ഇന്ന സ്ഥലത്തുകാരനാണ്. അപ്പോൾ ആ സ്ഥലത്തെ ഭാഷ ഉപയോഗിക്കുന്നതല്ലാതെ അതിനൊക്കെ ഒരു കോമഡിക്ക് വേണ്ടി അതിനെ വൾഗറൈസ് ചെയ്ത് കാണിക്കുന്ന അതല്ല. ഇത് എക്സാക്റ്റ് എന്താണോ പറയുന്നത് അത് തന്നെയാണ് പറയുന്നത് തന്നെ. ഈ ട്രോൾസും ട്രോളേഴ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, അത് എനിക്കിപ്പോൾ നല്ലതേ വന്നിട്ടുള്ളൂ ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ബൂസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു സന്തോഷമായിട്ട് ബൂസ്റ്റ് എന്ന് പറയല്ല, അവർ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഇതുവരെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്തരത്തിൽ നാടകത്തിലൂടെ വന്ന ഒരാളായതുകൊണ്ടായിരിക്കാം അവർക്കറിയാം ഇത്രയും വർഷം നിന്ന് ഒരാൾ ഇവിടെ വന്നു ചെയ്തു എന്നുള്ളതുകൊണ്ടായിരിക്കാം അവരെന്നെ സ്നേഹിക്കുന്നത്. காப்பாத்துங்கய்யா, ஓடையில வீணு தலை உடஞ்சாச்சு, அங்க ஒரே கும்பலா இருக்கு, ஆஸ்பத்திரிக்கு போனையா, காப்பாத்துங்க. ഇപ്പോൾ ഉപ്പുമുളകും എന്ന സീരിയലിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര നാച്ചുറലാണ്, ഒരു പ്രോംപ്റ്റും ഇല്ലാതെ നമുക്ക് റിയൽ ലൈഫിൽ നമ്മൾ ഒരു വിഷ്വൽ കാണുന്ന ഒരു പ്രതിനിധിയാണ്. ഇപ്പോൾ ഈ അഭിനയിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇമോഷണൽ, ഇപ്പൊ ഡയലോഗ് തന്നെ സ്പോട്ട് ഡബാണ് അല്ലേ? അപ്പൊ അഭിനയിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അച്ഛനല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തെ ആ ഒരു സീന്, അപ്പൊ അതൊക്കെ ഇങ്ങനെ അഭിനയിക്കുമ്പോഴത്തേക്കിങ്ങനെ കരയുന്നതും സംഭവം അതൊക്കെ എങ്ങനെയാണ്? അല്ല, അതിപ്പം ഞാൻ പറയട്ടെ, നടൻ എപ്പോഴും നമ്മളെല്ലാം അനുഭവങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ വേറൊരാൾ ഒരു സംഭവം നമ്മൾ കണ്ട് മറന്ന അല്ലെങ്കിൽ കണ്ട കാര്യങ്ങൾ അവിടെ നമ്മളെ പ്ലേസ് ചെയ്യും. അത് ഞാനായിരുന്നെങ്കിൽ, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും, ഇതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. ആൾക്കാരിങ്ങനെ വിളിച്ചിട്ട് പറയില്ല, ചേട്ടാ എൻ്റെ ലൈഫിൽ ഇതേപോലെ. അതെ, ഒരുപാട് പേര് പറയുന്നുണ്ട് എൻ്റെ ലൈഫിൽ ചേട്ടാ ഇതുപോലെ ഇതുണ്ട്. അച്ഛനെ ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛൻ തിരിച്ചെന്ന് പറഞ്ഞു. ഇതാണ് പലരും പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എൻ്റെ അച്ഛനെ പോലെയാണ് ചേട്ടൻ.
എൻ്റെ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ അതൊക്കെ വളരെ ഭാഗ്യമാണ്. കാരണം ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടാനും നമുക്ക് അഭിനയിക്കാനും ഒക്കെ കിട്ടുന്നത് വളരെ ഭാഗ്യമാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ കുടുംബത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം, അത് വളരെ നല്ല രീതിയിൽ ആൾക്കാരിൽ എത്തിക്കുന്ന ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ മോശമല്ല. സീരിയലിലൂടെ ഇങ്ങനെയും അല്ല, ഒരിക്കലും സീരിയൽ മോശമായ കാര്യമല്ല. കാരണം ഞാനൊക്കെ സീരിയൽ കണ്ട് വളർന്നത് മാൽഗുഡി ഡേയ്സ്, ബുനിയാദ്, അങ്ങനത്തെ വളരെ മാൽഗുഡി ഡേയ്സ് കണ്ട് നമ്മളിപ്പം അന്തം വിട്ടു. കാരണം ഇപ്പോൾ ഒരു സിനിമ പോലും തോറ്റു. ആ ലെവലിലാണ് അവർ ആ സ്വാമി ഗിരീഷ് കർണാടക അങ്ങനത്തെ ആർട്ടിസ്റ്റുകളൊക്കെ അന്ന് ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും നുക്കട് ഹിന്ദിയിൽ, പിന്നെ മലയാളത്തിൽ കരടി വിലാസൻ ലോഡ്ജ് അന്ന് വേണിച്ചേട്ടൻ, കൃഷ്ണൻകുട്ടി നായർ സാർ, കരമൻ സാറ് ഒക്കെ ചെയ്ത അതൊക്കെയാണ് നമ്മൾ സീരിയലായിട്ട് കണ്ടത്. പിന്നെ അതിൽ നിന്ന് എന്തോ മാറി. കാരണം ഇപ്പോഴത്തെ അവർക്ക് നല്ലൊരുപ്പിൻ്റെ ഭാഗമായിട്ട് പൈസ വേണ്ടേ, അപ്പം അതിനുള്ള കോംപ്രമൈസ് ചെയ്തുകൊണ്ട് വന്ന് ഇപ്പം അഭിനയം സീരിയൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു തുടങ്ങി. കാരണം നാച്ചുറൽ ആയിട്ടുള്ള വേണ്ട, അവർക്ക് ഇത് വേണം. കാരണം ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് ഓവർ ഡൂ ചെയ്യുകയും അത് ചെയ്യിക്കുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല, പ്രഗത്ഭരായ ഡയറക്ടറാണ് ചെയ്യുന്നത്. അദ്ദേഹം വളരെ വായിച്ചും കണ്ടും കേട്ടും അറിവുള്ള ഡയറക്ടറാണ്. അഭിനയിക്കുന്ന ആൾക്കാരും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്, എല്ലാം പ്രഗത്ഭരാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം വേണ്ടി വരുന്നുള്ളതുകൊണ്ട് അവർ ചെയ്യുന്നതേ ഉള്ളൂ. ആരും മോശക്കാരല്ല. ഇപ്പോൾ സോപാനം എന്നുള്ളൊരു നാടകത്തിലൂടെ, ആ ഒരു ട്രൂപ്പിലൂടെ ഒരു സീരിയലിൽ വന്നിട്ട് പെട്ടെന്ന് ഫേമസ് ആവുകയാണ്. അത് എൻ്റെതല്ല, എല്ലാ നടന്മാർക്കും മീഡിയയുടെ പവറാണ്, അല്ല ഞങ്ങളുടെ പവറല്ല എന്ന് ഞാൻ ഒരിക്കലും ധരിക്കില്ല. കാരണം മീഡിയ അങ്ങനെയാണ്. പണ്ട് നമ്മൾ പറയും, നമ്മുടെ ഏരിയയിൽ കാറ്റുകാൽ പൊങ്കാല വരുമ്പോൾ പത്രത്തിൽ നമ്മുടെ വീടിനടുത്തോ നമ്മുടെ ഏരിയയിലുള്ള ഏതെങ്കിലും ചേച്ചിമാരുടെ ഫോട്ടോ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുമ്പോൾ നമ്മൾ ഈ പത്രത്തിൽ വരുമ്പോൾ നമ്മൾ കാണുകയാണ് അവരെ ഫോട്ടോ. അപ്പോൾ അടുത്ത പൊങ്കാല വരെ ഒരു വർഷത്തേക്ക് അവരാണ് സ്റ്റാർ. കാരണം ഇതാണ് മീഡിയയുടെ പവർ. അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കാനോ നമ്മൾ 10 പേര് അറിയാം ഇതെന്തുകൊണ്ട് ഞങ്ങളുടെതല്ല, ഇതങ്ങനെ ആയിപ്പോയി. നാടകം എല്ലാവരും കാണുന്ന ഒന്നല്ല. ഞാൻ 22 വർഷം നാടകം ചെയ്തു, ഒരുപാട് ഇൻ്റർനാഷണൽ നാഷണൽ ഫെസ്റ്റിവലുകൾ വിദേശത്തും ഒക്കെ ചെയ്തു. പക്ഷെ അത് അതിൻ്റേതായിട്ടൊരു നിലയുണ്ട്. കാരണം അത്രേ പാടുള്ളൂ, അതിനുള്ള ഓഡിയൻസ് അത്രേ ഉള്ളൂ. അതിങ്ങനെ ഈ പറയുന്ന പോലെ പരക്കെ അറിയപ്പെടുന്ന സംഭവമല്ല. പക്ഷേ ഈ മീഡിയ ഒരു നമ്മൾ ടെലിഫിലിമിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എവിടെയെങ്കിലും ഒരു മുഖം കാണിച്ചു കഴിഞ്ഞാൽ 10 പേര് അറിയാമെന്നുള്ള സോഴ്സ് ഇതിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരക്കെ അറിയ പോപ്പുലാരിറ്റി എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഓ മൈ ഡാർലിംഗ്, ഐ ലവ് യു, യു ലവ് മീ. ഇപ്പൊ കാവാല സാറിന്റെ ഒരു ശിഷ്യൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അടിച്ച് വളർത്തിയതാണ്. തീർച്ചയായിട്ടും ഒരു ഗുരുകുല സമ്പ്രദായമായിരുന്നു അവിടെ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ എന്താ പറയുക, മാതാപിതാക്കളേക്കാൾ കൂടുതൽ നമ്മളെ കെയർ ചെയ്ത് നമ്മളെ വളർത്തിയ ആണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് തന്നെ ഇപ്പോൾ 22 വർഷം കഴിഞ്ഞു. 22 ഇപ്പം 23. ഇപ്പോഴും മരിക്കുന്നവരെയും ശിഷ്യൻ തന്നെയാണ്. കാരണം 1995 ഞാൻ ആദ്യമായിട്ട് സോപാനത്തിൽ ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സ്റ്റിൽ ഇതുവരെയും ഇപ്പോൾ 19-ാം തീയതി തപസ്യയുടെ ഒരു പ്രോഗ്രാം സാറിൻ്റെ മധ്യമവ്യായോഗം എന്ന സംസ്കൃത നാടകത്തിൽ ഞാൻ ഭീമനായിട്ട് അഭിനയിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ തിയേറ്റർ ഇതുവരെ വിട്ടിട്ടില്ല. തിയേറ്റർ വിടാൻ ഒരിക്കലും വിടില്ല. ഈ പക്ഷെ അഭിനയം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ നാടകത്തില്, കുറച്ചുകൂടെ ഇപ്പൊ ഒരുപാട് നടന്മാര് നാടകത്തിൽ നിന്ന് വന്നിട്ട് ഭയങ്കര സ്റ്റാർസ് ആയിട്ട്, ഇപ്പൊ തിലകൻ സാറായാലും ഒടുവിൽ സാറായാലും അങ്ങനെ ഒരുപാട് പേര് നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് റിച്ച് ആയിട്ടുള്ള ഒരു ദുഃഖവും അറിയാത്ത ഒരു ലെവലിൽ നിന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു നാടകത്തിൽ വന്നിട്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഈ നാടകത്തിൻ്റെ ശിക്ഷണവും ജീവിതത്തിൻ്റെ അനുഭവവും എല്ലാം കൂടെ കൂടിച്ചേർന്നാണ് ഒരു നടൻ ഉണ്ടാകുന്നത്. ഈ അനുഭവം വരുന്നത് വളരെ നല്ലതാണ്. ആദ്യകാലങ്ങളിൽ നമ്മൾ കഷ്ടപ്പെടുമെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ശപിക്കും, ഇങ്ങനൊരു വൃത്തികെട്ട ജീവിതമായി പോലെ ഭഗവാനെ ശപിക്കുമെങ്കിലും പിന്നീട് നമ്മൾ ഇതിനെ അങ്ങനെ വന്നത് നന്നായി. കാരണം ഓരോ വേഷം കിട്ടുമ്പോഴും നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നത് ഇത്രയും അനുഭവങ്ങൾ ഇല്ലായ്മയും വല്ലായ്മയും കൊണ്ട് നമ്മൾ അതിൽ നിന്നും വന്നതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ പല ദുഃഖങ്ങളും പലരുടെയും ദുഃഖങ്ങളും കാണാനും കേൾക്കാനും നമ്മൾ അതുമായിട്ട് സഹകരിച്ച് അവരെ സഹായിച്ചും ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാണല്ലോ ഈ നല്ല കാര്യങ്ങൾ മാത്രമല്ലോ ജീവിതത്തിൽ വരിക. നമുക്ക് ചീത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്, അതും നമുക്കൊരു അനുഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവമാണ് ഒരു നടന് ഏറ്റവും വേണ്ടത്. പിന്നെ അനുഭവങ്ങൾ തേടിപ്പോയാൽ പ്രശ്നമാവും നടനാവാൻ വേണ്ടി. അത് സിനിമയിൽ കണ്ട പോലെ
നമ്മൾ അകപ്പെട്ടു പോകും. പെണ്ണിനെ കീഴ്പ്പെടുത്താനല്ല, അവളെ സംരക്ഷിക്കാനാണ് ദൈവം പുരുഷന്മാരെ സൃഷ്ടിച്ചത്. ലക്ഷ്മി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുള്ള കഥാപാത്രം എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്? ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ. ഇപ്പോൾ റിലീസ് ആവാൻ പോകുന്ന ആദ്യം സൈറാബാനു ആയിരുന്നു. ഇതിൽ എൻ്റെ സുഹൃത്താണ് ഇതിൽ എൻ്റെ ഡയറക്ഷൻ്റെ അനിയൻ ഷബീർ ഇദ്ദേഹത്തിൻ്റെ. അപ്പം പറഞ്ഞു ചേട്ടാ ഇങ്ങനെ നല്ലൊരു വേഷമുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് വേഷം എന്ന് പറഞ്ഞപ്പോൾ ഒരു ബാബാസ്വാമി എന്നൊരു ക്യാരക്ടറായിരുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും കാര്യം ഒട്ടും തന്നെ പുറത്ത് കാണിക്കാതെ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. രതീഷ് സാറിന്റെ മകളുണ്ട് ഈ സിനിമയിൽ, ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല, അവർ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. കാരണം ഒരു മധുരനാരങ്ങ ഞാൻ കണ്ടു. ഇതിന് ഏറ്റവും ആപ്റ്റാണ്, കാരണം ആ കണ്ണുകൾ തന്നെ ഏറ്റവും ആപ്റ്റാണ്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ഒരുപാട് കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ പഠിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രേതത്തിന് പഠിപ്പിക്കാം. അപ്പോൾ തന്നെ അറിയാം ഇതിനൊരു ഹ്യൂമർ. അതാണ് ഞാൻ പറഞ്ഞത്, 8 വയസ്സ് തൊട്ട് 80 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് വളരെ രസിക്കുന്ന ഒരു ചിത്രമായിരിക്കും. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാർ ബിജു സോപാനം എന്നുള്ളൊരു വ്യക്തിയെ കാണാൻ വേണ്ടിയായിരിക്കും കയറുന്നത്. അപ്പോൾ ആ ഒരു ക്രൗഡ് ഇപ്പോൾ സീരിയലിൽ നിന്ന് ആയാലും അതെ അല്ല അത് സൈറാബാനും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ പറഞ്ഞു വിട്ടു ചേട്ടാ ഞാനും പോകുന്നു നമ്മളെ ചേട്ടൻ്റെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അത് പറയുന്നുണ്ട്. ഇപ്പോൾ ലക്ഷ്മിക്കും ആ ഒരു പിന്തുണ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ അഭിനയം എന്ന് പറയുമ്പോൾ എവിടെയായിരുന്നു, തിയേറ്റർ ആയിരുന്നാലും ഇപ്പം കാക്കാരിശ് നാടകവും കണ്ണിയാരി നാടകമായിരുന്നാലും എന്ത് നാടകമായിരുന്നാലും അല്ലേ, പൊറാട്ട് നാടകമായിരുന്നാലും തെരുവ് നാടകമായിരുന്നാലും നമുക്ക് അഭിനയിക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ നമ്മൾ അഭിനയിക്കുന്നതിന് മറ്റുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സിനിമയിലല്ല എന്തിലായിരുന്നാലും. ഇനി എന്തൊക്കെയാണ് ഒരു 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 ലക്ഷ്യം എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? ലക്ഷ്യം അഭിനയം മാത്രമേ ഉള്ളൂ, സിനിമ എന്നുള്ളത് മാത്രമല്ല കേട്ടോ. ഇപ്പോഴുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ എന്ന് പറയിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് സിനിമ ആട്ടെങ്കിലും ആയിരിക്കണം. എന്നാലും അവരെ കലാകാരൻ എന്ന് പറയും. കലാകാരൻ അതല്ല, അതിനേക്കാൾ വലിയ കലാകാരന്മാരുണ്ട്. നമ്മുടെ ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കട്ടകളും പച്ച ചായവും ചോക്ക് ബോട്ടറും കൊണ്ട് വരയ്ക്കുന്ന ആൾക്കാർ തൊട്ട് കഥകളി നടന്മാർ വരെ ഒരേ കാറ്റഗറി പെടുത്തുന്ന ആളാണ് ഞാൻ. കാരണം എനിക്ക് അവരെല്ലാം കലാകാരന്മാരാണ്. അപ്പം സിനിമാ നടന്മാർ മാത്രമാണ് കലാകാരന്മാരെന്നുള്ള ഒരു ധാരണ ഒന്നുമല്ല. അവരെല്ലാം കലാകാരന്മാരാണ്. കണ്ണിയാറുകളി എന്തെല്ലാം ജീവിതം തന്നെ ഓരോ കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവരെല്ലാം കലാകാരന്മാരാണ്. അതിൽ എനിക്ക് എൻ്റെ ജോലി അഭിനയമാണ്. അതിപ്പോൾ ഇനി സിനിമ ആയിക്കോട്ടെ, നാടകമായിക്കോട്ടെ, സീരിയലായിക്കോട്ടെ, അതിനെ മുന്നോട്ട് കിട്ടുന്ന വേഷങ്ങൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതല്ല. വേറെ ഒന്നും ലക്ഷ്യം വേറെ ഒന്നുമില്ല. ഇന്ന സംഭവങ്ങൾ പോകുന്നു ഒന്നുമില്ല. ഫൈനലി ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? അല്ല, ഈ സിനിമ എല്ലാവരും പോയി കാണുക. ഇപ്പം എല്ലാവരും പറയുന്ന ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടീനടന്മാർ എല്ലാവരും പറയുന്ന ഒരേ വാചകം, ഈ സിനിമ കാണുക, വ്യത്യസ്തമായൊരു സിനിമ എന്ത്. അല്ല, ഞാനും അത് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രേത സിനിമ, ഒരു ഹൊറർ ബേസ്ഡ് സിനിമ എന്നുള്ള ലെവലിൽ പോയി കഴിഞ്ഞാൽ, പക്ഷേ ഇതിനൊരു പ്രത്യേകത ഞാൻ എടുത്തു പറയേണ്ടി വരുന്നത്, പ്രേതത്തിന് എല്ലാവരെയും പേടിക്കുന്നു, പക്ഷേ ഈ പ്രേതം എല്ലാവരെയും പേടിക്കുന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയൊരു. അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ട് എന്തിനാണ് പ്രേതം പേടിക്കുന്നുള്ളത് സിനിമ കണ്ട് തീരുമാനിക്കുക.